അവിടെ നഗരസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ. കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അത് അപ്പീൽ പോയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ ഒരുപാട് കേസുകൾ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാം പേരിൽ വിദ്യാർത്ഥി സമരകാലത്തൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ കലക്ടറേറ്റ് ആക്രമിച്ച് എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങളൊക്കെ പ്രതിയായിരുന്നു. കണ്ണൂർ SP-യുടെ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങളൊക്കെ പ്രതിയായിരുന്നു. അത് കേസുകൾ പലതും ഉണ്ടാവും. അത് രാഷ്ട്രീയ പ്രവർത്തകരാവും നേതാക്കന്മാരുമാവുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കേസുകൾ സ്വാഭാവികമാണ്. ചില കേസുകൾ ശിക്ഷിക്കും, ചിലത് അപ്പീൽ പോവും. അപ്പീൽ കോടതി വിട്ട ചരിത്രമുണ്ട്. അതൊന്നും ഒരു വലിയ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. അതൊന്നും നമ്മളതൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. നമുക്കങ്ങനെ കേസുകൾ ഉണ്ടാവും. നമ്മൾ പല കാര്യങ്ങളിലും ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ട, ചർച്ചയും ചെയ്യണ്ട. നിങ്ങൾ ഇത് ചെയ്താൽ മതി. രാഹുൽ മാങ്കുട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക, രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേ വേണ്ടട്ടോ. ഇത് നമ്മളെ സനോജാണ്. അതായത് ഇപ്പം കണ്ണൂർ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്. അയാള് പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ കോടതി ശിക്ഷിച്ച ആളാണ്. അതായത് കോടതി കേസുണ്ട് എന്നല്ല പറഞ്ഞത്, കോടതി ശിക്ഷിച്ച ആളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇപ്പൊ പറഞ്ഞത്, പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ. അപ്പോൾ ഇപ്പൊ ഇയാൾ പറഞ്ഞു കേട്ടില്ലേ, അതങ്ങനെ സാധാരണയാണ്. ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കെതിരെ അങ്ങനെ പല കേസുകളും ഉണ്ടാവും. അത് കോടതി വഴി അങ്ങനെ വരും, അങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതന്നെയാണ് ഇപ്പൊ നമുക്ക് നിങ്ങളോടും പറയാനുള്ളത്. കേസുകൾ പലതും ഉണ്ടാവും. രാഷ്ട്രീയക്കാരാണ്, പ്രത്യേകിച്ച് ഒരു പുതിയ രാഷ്ട്രീയക്കാരന് ഇത്തരം തിളങ്ങി നിൽക്കുന്ന സമയത്ത് അവനെതിരെ പലതരത്തിൽ അവനെ ഒതുക്കാൻ നോക്കുന്ന പലതരത്തിലുള്ള കളികളുണ്ടാവും. അപ്പൊ കോടതി വരട്ടെ, കേസ് കോടതിയിൽ വരട്ടെ, കോടതി അതിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കട്ടെ, കോടതി തെറ്റുകാരനാണ് ശിക്ഷ വിധിക്കട്ടെ. അതുവരെ ഒന്ന് അടങ്ങി. നിങ്ങൾക്ക് എന്താ, നിങ്ങളെ കാര്യത്തിൽ മാത്രം വേറൊരു നിയമവും മറ്റുള്ള കാര്യത്തിൽ അതാണല്ലോ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന, കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു കാര്യം അതാണ്. നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തെറ്റുകളെ നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? അതെന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ വിരളി പിടിച്ചിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ തെറി കമന്റിൽ എഴുതി കൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഇതിന് തീരുമാനമാവില്ലല്ലോ. എല്ലാവർക്കും ഒരുപോലല്ലേ നിയമങ്ങൾ, അല്ലേ? അപ്പോ ഇത്ര ആളുകൾ നിങ്ങളെ ഭാഗത്ത് നിൽക്കുന്നിടത്തോളം കാലം ആരൊക്കെ ഈ പറഞ്ഞ ആളുകളില്ലേ, മുകേഷ്, ഗണേഷ്, കടകംപള്ളി, തെറ്റയില് ശശി PK ശശി പിടിച്ചിട്ടുള്ള ഗ്രൂപ്പില്ലേ, ആ ആളുകളെ ആ ഭാഗത്തൊക്കെ നിങ്ങൾ സംരക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ ഒരു ഇത്തിരി പോലും നിങ്ങൾക്കൊന്നും അർഹതല്ല. മനസ്സിലായില്ലേ? ഇനി ഏതായാലും കോടതി അതിന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മൾ വീണ്ടും പറയുന്നത്, രണ്ടാൾക്കും രണ്ട് നീതിയല്ല, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നീതി. അതിനു വേണ്ടിയിട്ട് പോരാടണം. ഓക്കെ.